അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിന് നീര് കെട്ടുന്നവരെ നിന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം: ഒരു തെറ്റും ഇല്ലാത്ത, എല്ലാ തെറ്റിൽ നിന്നും സംരക്ഷണമുള്ള തങ്ങൾ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? അതിന് അവിടുത്തെ മറുപടി: അഫല അകൂന അബദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്ന്. നാം എല്ലാവരും നന്ദിയുള്ള അടിമകളാവണം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം എന്ന് അർത്ഥം. അതിനുള്ള ഒരു വഴിയാണ് തഹജ്ജുദ് നിസ്കാരം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്: ലാ തദഅ ഖിയാമൽ ലൈൽ, രാത്രിയിലുള്ള തഹജ്ജുദ് നിങ്ങൾ ഒഴിവാക്കരുത്. ഫ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉഹു, ഒരിക്കലും തങ്ങൾ തഹജ്ജുദ് ഒഴിവാക്കാറില്ല. ഇനി രോഗമോ മറ്റോ വന്നാൽ തന്നെ ഒഴിവാക്കണ പരിപാടിയില്ല. ത്വല്ലാ ഖായിദൻ, ഇരുന്നു കൊണ്ടെങ്കിലും അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കും. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെല്ലാം ജീവിതത്തിലേറെ പ്രാധാന്യത്തോടെ കണ്ട ഒരു നിസ്കാരമാണ് തഹജ്ജുദ്. സത്യത്തിൽ നാം ഏതായാലും സുബ്ഹ് നിസ്കാരത്തിന് ഉണരും. കുറച്ച് നേരത്തെ ഉണർന്ന് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാവുന്നതല്ലേ ഉള്ളൂ. സുലൈത്ത് ബിൻ അശ്യം റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും നിസ്കരിക്കും. അത്താഴ സമയമായാൽ അള്ളാഹുവിനോട് പറയുവത്രേ: ഇലാഹി ലൈസ മിസ്ലി യത്ലുബുൽ ജന്ന, എന്നെ പോലുള്ളവരൊന്നും സ്വർഗം ചോദിക്കാൻ അർഹനല്ല. വലാകിൻ അജിർനി ബി റഹ്മതിക മിനന്നാർ, എന്നാലും നിന്റെ കരുണാ കടാക്ഷം കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന്. അവരെല്ലാം ജീവിതത്തിൽ ഏറെ പ്രാധാന്യത്തോടെ കണ്ട ഒരു ഇബാദത്താണ് തഹജ്ജുദ്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഖൈറാത്തുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.